ദ്രാക്ഷാരിഷ്ടത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ദ്രാക്ഷാരിഷ്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുക അല്ലേ? എന്താ വെച്ചാൽ നല്ല മധുരല്ലേ? അതായത് ധാരാളം ശർക്കരയുണ്ട്. പിന്നെ ഉള്ളത് എന്താ? പ്രധാന ഘടകം മുന്തിരിയാണേ, ഉണക്കമുന്തിരി. അപ്പോൾ ഇത് 50 കൊല്ലം ഉണക്കമുന്തിരി, അത് 32 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വയ്ക്കുക, 8 വറ്റിക്കുക, 8 ഇടങ്ങഴിയായിട്ട് വറ്റിക്കുക. മനസ്സിലായോ? കഷായം വെച്ചിട്ടേ ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് തോന്നുന്നത് വളരെ നല്ല സംഗതിയാണ്. പക്ഷേ ഇതിനകത്ത് ഉറുമ്പ് പോലും എടുക്കില്ല. അത് ഈ വെള്ള നിറമുള്ളതുകൊണ്ടാണ് പലതരം കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ടതിന് വേണ്ടി ഉപയോഗിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ പേഴ്സണലായിട്ട് കഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. എന്താ വെച്ചാൽ അതിൽ ഉറുമ്പ് പോലും എടുക്കില്ല, അവർക്കൊക്കെ ജീവനി കൊതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാണ് വൈദ്യശാലകൾ ഇത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 50 കൊല്ലം, അത് 32 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ചിട്ട് 8 ഇടങ്ങഴിയായിട്ട് വറ്റിക്കും. മനസ്സിലായോ? കഷായം വെച്ച് വരും, എന്നിട്ട് പിഴിഞ്ഞ് അരിച്ചങ്ങ് എടുക്കും. അത് തണുത്തതിന് ശേഷം അതിൽ ശർക്കര കൊണ്ട് കലക്കും. എല്ലാ അരിഷ്ടങ്ങൾ തയ്യാറാക്കി എങ്ങനെയുള്ളൂ നിങ്ങൾക്കറിയാം. ആ ശർക്കര കലക്കി കഴിഞ്ഞാൽ അതിൽ ഏലം, ഇലവങ്കം, പച്ചില, നാഗപ്പൂവ്, ഞാഴൽപ്പൂവ്, പിന്നെ ഇത് കൂടാണ്ട് ഇതിലുള്ളത് കുരുമുളകും, തിപ്പലിയും, വിളയിപ്പും ഇത്രയും കൂടി പൊടിച്ച് ചേർത്തിട്ടേ അത് കെട്ടി അങ്ങോട്ട് വെക്കുക കുടത്തിൽ 1 മാസം. എന്നിട്ട് അരിച്ചങ്ങ് എടുത്താൽ ദ്രാക്ഷാരിഷ്ടമായി. ഇതേ സംഗതി. പക്ഷേ ഇതിന് മുൻപ് ഞാൻ ലൈസൻസുകൾ പറയാറുണ്ട്. L3 ലൈസൻസ് വേണം. ഇത് കൂടാണ്ട് ഇതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ലൈസൻസ് വേണം. ദ്രാക്ഷാരിഷ്ടത്തിന്, ദ്രാക്ഷാരിഷ്ടവും വിപ്പില്ലാസവും തയ്യാറാക്കാനായിട്ട് സെൻട്രൽ എക്സൈസിൻ്റെ ലൈസൻസ് വേണം. സ്റ്റേറ്റിൻ്റെ മാത്രം പോരാന്നർത്ഥം. അത്രയും ഗഡബിഡ് പിടിച്ച അരിഷ്ടമാണ് ദ്രാക്ഷാരിഷ്ടം. എന്താ കാരണം വെച്ചാൽ ഇതിൽ ദ്രാക്ഷ ആയതുകൊണ്ടേ അതിന് കുറച്ച് ഈ ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഈ വൈനിന് പകരമായിട്ട് മിസ്യൂസ് ചെയ്യാനും തയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി നിയമവശങ്ങൾ ഇതിനെ കടുപ്പിച്ച് വെച്ചെങ്ങനെ തോന്നുന്നു. ഓക്കെ, ലൈസൻസ് ഫീ ഒക്കെ 2 രൂപ 100 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് കിട്ടാനുണ്ടല്ലോ അത്ര എളുപ്പമൊന്നുമില്ല. ഞാൻ പണ്ട് എടുത്തിട്ടുള്ളൊരു ഓർമ്മയുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു മാത്രം. നിങ്ങൾ ലൈസൻസ് എടുക്കാനും ഉണ്ടാക്കാനും പോകേണ്ട ധാരാളം ഔഷധശാലകൾ വൃത്തിയായിട്ട് ഉണ്ടാക്കി ലഭിക്കും. ഇതിന് അപൂർവ ഔഷധങ്ങളൊന്നുമില്ല, വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളാണ് ഒട്ടനവധി വിഭവങ്ങളാണ് ദ്രാക്ഷാരിഷ്ടത്തിന്. ഒരുപാട് കണ്ടീഷൻസിന് കുട്ടികൾക്കൊക്കെ മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്കവാറും ദ്രാക്ഷാരിഷ്ടം ചേർത്താണ് കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരല്ലേ? അപ്പോൾ അവരിങ്ങനെ മോഷ്ടിച്ചെടുത്ത്, ചോദിച്ചു വാങ്ങിക്കില്ല, മോഷ്ടിച്ചെടുത്ത് കുടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആയുർവേദ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് ഈ ദ്രാക്ഷാരിഷ്ടത്തിൽ ചേർത്താണ് അനുയോജ്യമായ എല്ലാ മരുന്നുകളും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അത് പറ്റിയിട്ടുള്ള അതിനോട് ചേരുന്ന ഔഷധങ്ങളാണ് രോഗാവസ്ഥയാണെങ്കിൽ ദ്രാക്ഷാരിഷ്ടം കൂടി ചേർത്ത് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വില്ലന്മാർക്ക് രാത്രി തന്നെ മിണ്ടാണ്ട് ഇരുട്ടത്തൊക്കെ പോയിട്ട് എടുത്ത് കുടിക്കാത്ര കുപ്പി ഇങ്ങനെ പെട്ടെന്ന് കാലിയാവുകയെന്ന് ചില അമ്മമാർ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദ്രാക്ഷാരിഷ്ടത്തിൻ്റെ പ്രാധാന്യം. ഇതിൽ ഇത്രയും മധുരമുണ്ട്. മുന്തിരിയാണ് പ്രധാന ഘടകം, ഉണക്കമുന്തിരിയാണ് 50 കൊല്ലം. പിന്നെ ഇത് തണുത്തതിന് ശേഷം ഇതിൽ ശർക്കരയും ചേർത്തിട്ടാണ് മറ്റു പൊടിമരുന്നുകളും ചേർത്ത് കെട്ടി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഡിമാൻഡും. അപ്പോൾ ഇച്ചിരി വീര്യം കൂടാണ്ട് ഈ സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളുണ്ട്. നമ്മൾ ഈ താതിരിപ്പൂവും ഞാളിപ്പൂവും ഒക്കെ ചേർത്തല്ലേ വെക്കണേ. ആ സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ വരുന്നതുകൊണ്ട് കുറച്ച് ആൽക്കഹോളിൻ്റെ അംശം കുറച്ച് നേരിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റിൻ്റെ ലൈസൻസ് വേണം, സെൻട്രൽ എക്സൈസിൻ്റെ ലൈസൻസ് ഒക്കെ വേണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റീസെൻറ്റ് കാര്യങ്ങളൊന്നും എനിക്കിതിനെപ്പറ്റി നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർമ്മയിലുള്ള സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് ഏതേത് രോഗാവസ്ഥയിലെ കൊടുക്കണമെന്ന് പറയാം. ഉരക്ഷതം, അതായത് നെഞ്ചിലൊക്കെ ഭാരം വന്ന് വീഴ്ചയോ ഇടിയോ ഒടിയോ ചതവൊക്കെ പറ്റുക, നെഞ്ചിൽ ഇടി കിട്ടുക, അത്തരം അവസ്ഥകളൊക്കെ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ വന്ന് വീഴുക, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തി നിന്ന് നെഞ്ചടിച്ച് വീഴുക, അതിനാണ് ഈ ഉരക്ഷതം. അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഈ ഉരക്ഷത ഉണ്ടാവുന്നത്. അതുപോലെ ചുമ, ക്ഷയം, രാജീക്ഷമ, അത്തരം അവസ്ഥകളില്ലേ? തുടർച്ചയായിട്ടുള്ള ചുമ, നെഞ്ചിലെ അസുഖങ്ങൾ, ഇത് വരുമ്പോൾ ഈ നമുക്ക് ഈ വായുവിൻ്റെ ഗതിക്ക് അനുലോമനം ലഭിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ദ്രാക്ഷയുടെ ഗുണം എന്താ? പിത്തത്തിനെ ശമിപ്പിക്കും. ദ്രാക്ഷ തണുപ്പാണ്, മുന്തിരി തണുപ്പാണ്, പിത്തത്തിനെ ശമിപ്പിക്കും, രക്തശുദ്ധി വരുത്തും. മനസ്സിലായോ? പിത്തത്തിനെ ശമിപ്പിക്കുന്ന എല്ലാം ഒരുവിധം രക്തശുദ്ധി വരുത്തുകയും ചെയ്യും. തണുപ്പാണ്. അപ്പോൾ രക്തം ഇപ്പോൾ നെഞ്ചിലൊക്കെ ഇടി പറ്റിയിട്ട് ആ കഫക്കെട്ടോ ചോര കലർന്ന് തുപ്പുക, ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരിക, ഇത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ ദ്രാക്ഷാരിഷ്ടം മിക്സ് ചെയ്ത് ചേർത്താണ് മറ്റ് ഔഷധങ്ങളോടുകൂടെ സമന്വയിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇത് മാത്രം കൂടെ കുടിപ്പിക്കില്ല, തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ചുമ, ഉരക്ഷതം, വായുമുട്ടൽ, ഇത്തരം പ്രശ്നങ്ങൾ കൊടുക്കും. പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ശരീരത്തിന് ബലം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ പലരും ഇപ്പോൾ നിങ്ങൾ പലതരം ടോണിക്കുകളൊക്കെ ചോദിച്ചു വരില്ലേ? ഒരു അസുഖമില്ലെങ്കിലും അമ്മമാർ രോഗികളെ രോഗാവസ്ഥ ചികിത്സിക്കാനായിട്ട് ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ കൂടെ കൊച്ചുണ്ടെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് എന്ന് പറയുന്ന അമ്മമാരുണ്ട് ടോണിക്കായി. അപ്പോൾ ഇതൊരു ടോണിക്ക് പോലെ കൊടുക്കാവുന്ന സംഗതികളാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റ് രോഗാവസ്ഥയ്ക്ക് വേണ്ട ഔഷധങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. കാരണം എല്ലാവരും ഇത് കട്ടെടുത്ത് കഴിച്ചോളും. മനസ്സിലായില്ലേ? നല്ല മധുരമായതുകൊണ്ടേ അതാണ് ഇതിൻ്റെ വിശേഷം. അപ്പോൾ ഈ രക്തശുദ്ധി വരുത്താനായിട്ട് ഒരു ടോണിക്ക് പോലെ, അയൺ ടോണിക് പോലെ, അനീമിയ പോലുള്ള കണ്ടീഷനിൽ വിളർച്ചയ്ക്കുള്ള കുട്ടികൾക്ക് ആ അനീമിയ മാറുന്നതിന്, ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിന്, ബ്ലഡ് വോളിയം കൂടുന്നതിന് ഒക്കെ സഹായിക്കും. ഈ മുന്തിരി ധാരാളം ഉള്ളതുകൊണ്ട്. അതുപോലെ സുഖമായിട്ടുള്ള ശോധന ഉണ്ടാവും. മലബന്ധമൊക്കെ ഉള്ളവർ ഇത് കഴിക്കാം. പ്രമേഹമുള്ളവർ കഴിക്കരുത്. ശർക്കരയുണ്ട്, മുന്തിരിയുണ്ട്. ഇത് കേട്ടതിൻ്റെ പേരിൽ മലബന്ധത്തിന് കഴിക്കാമെന്ന് സേവ്യർ ഡോക്ടർ പറഞ്ഞു എന്ന് പറയരുത്. പ്രമേഹമുള്ളവർ ഇത് കഴിച്ചാൽ തീർച്ചയായിട്ടും പ്രമേഹം കൂടിയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ശർക്കരയും ധാരാളം ഉണക്കമുന്തിരി, രണ്ട് നല്ല മധുരമുള്ളതാണ് ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇത് മറന്നേക്കും. ഇത് നിങ്ങൾക്കുള്ള ഔഷധമല്ല. മനസ്സിലായോ? അപ്പോൾ മലബന്ധം ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നിശ്ചയിക്കുക. ശോധന കുറയുക, വിളർച്ച ഉണ്ടാവുക, അനീമിയ ഉണ്ടാവുക, ഹീമോഗ്ലോബിൻ കുറയുക, അതുപോലെ രക്തത്തിൻ്റെ കുറവുണ്ടാവുക,
ഭക്ഷണം കഴിക്കാൻ പ്രയാസം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വിശപ്പില്ലായ്മ, അവർക്കൊക്കെ ഇതിൻ്റെ കൂടെ മറ്റ് ഔഷധങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് നിശ്ചയിക്കാറുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾ ധാരാളമായിട്ട് കഴിച്ചോളും. ഈ മലബന്ധം കുറയും, ശോധന ഉണ്ടാകുന്ന വെച്ചാൽ ദ്രാക്ഷയ്ക്ക് വിരേചന, ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയുടെ സംസ്കൃതമാണ് ഈ ദ്രാക്ഷ. ഗ്രേപ്സ്, റൈസിൻസ് എന്നൊക്കെ പല പേരിൽ വരുന്നില്ലേ, എല്ലാം മുന്തിരി തന്നെ. അത് കറുപ്പും ബ്രൗണും എന്താണ് കറുത്ത നിറത്തിലും മഞ്ഞ നിറത്തിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതായത് ഈ പച്ചമുന്തിരി ഉണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്. ഈ രണ്ടിനും കുരു ഉണ്ടായിരുന്നു ഈശ്വരൻ സൃഷ്ടിച്ചപ്പോൾ. ഇപ്പോൾ സീഡ്ലെസ് ഉണ്ട്, പല വലുപ്പത്തിലുള്ളത് വരുന്നുണ്ട് അല്ലേ, ഇമ്പോർട്ട് ചെയ്യുന്ന വലിയ വലുപ്പത്തിലുള്ളതൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ. ഇതൊക്കെ നമ്മൾ പല നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ രൂപമാറ്റം വരുത്തി വരുന്നവരാ. നാച്ചുറലി ഒരു ഒരു കറുത്തതുണ്ട്, ബ്രൗൺ ഉണ്ട്, സീഡ്ലെസ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ പലതരം ഗ്രേപ്സ് ഉണ്ട്. അതൊക്കെ ഉണക്കി വരുന്നതാണ് ഈ കറുത്ത മുന്തിരി, ഓക്കെ, ഉണക്കമുന്തിരി, സോറി. അപ്പോൾ അതാണ് ഇതിലെ പ്രധാന ഘടകം. അതുകൊണ്ടാണ് ഇത് പ്രമേഹ രോഗികൾ കഴിക്കരുതെന്ന് പറഞ്ഞാൽ ധാരാളം മധുരം ഉണ്ടാവും, അതിൽ ധാരാളം അയൺ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ അനീമിയയ്ക്കൊക്കെ നല്ലതെന്ന് പറയുന്നത്. വിളർച്ച രോഗം, ഈ കുട്ടികൾക്ക് ഇങ്ങനെ മുഖത്ത് വെള്ള പാടൊക്കെ ഉണ്ടാവില്ലേ, അത് ഈ വയറ്റിൽ ദഹനക്കേട് വന്ന് ധാരാളം വിരശല്യം ഉണ്ടായിട്ട് അവർക്ക് വേണ്ടത്ര പോഷകങ്ങൾ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ അനീമിയ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുഖത്ത് ഇങ്ങനെ വെളുത്ത പാടുകളൊക്കെ കുഞ്ഞു കുട്ടികൾ കാണുന്നത്. അതിന് നിങ്ങൾ പുറമെ ക്രീം കെട്ടിയിട്ടൊന്നും കാര്യമില്ല, വയറ്റിലെ കൃമി കളയാനും ദഹനം ശരിയാക്കുന്നതിനും വേണ്ടതായ ഔഷധങ്ങൾ കൊടുക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ദ്രാക്ഷാരിഷ്ടം. ഇത് മാത്രം കഴിച്ചുകൊണ്ട് ശരിയാവണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിച്ച് മരുന്നുകൾ നിർദ്ദേശിക്കുക. ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്, ഓരോ വ്യക്തികൾക്കനുസരിച്ച് വേണ്ടതായ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുക. ഇത് തയ്യാറാക്കുന്ന ഈ രീതിയിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ബലം കിട്ടുന്നതിനും മലശോധന ഉണ്ടാക്കുന്നതിനും അഗ്നി ദീപിക്കുന്നതിനും വിളർച്ച, അനീമിയ, രക്തക്കുറവ്, ഹീമോഗ്ലോബിൻ കുറവ്, അതുപോലെ ഉരക്ഷത ഉണ്ടാകുമ്പോൾ, തുടർച്ചയായിട്ടുള്ള ചുമ ഉണ്ടാകുമ്പോൾ, എന്നുവെച്ചാൽ ചുമയ്ക്കുമ്പോൾ നമുക്ക് ഈ വായുവിൻ്റെ ഗതി മുകളിൽ നിന്ന് താഴോട്ടാന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ ചുമയ്ക്കുമ്പോൾ അത് തിര്യഗതിയായിട്ട് ഊർജ്ജഗതിയായിട്ട് വരിക. അപ്പോൾ ഈ ദ്രാക്ഷയ്ക്കാണെങ്കിൽ വിരേചന സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആ വായു കീഴോട്ട് പ്രവർത്തിക്കുന്നതിന് സഹായകമാകുന്നു. അതുകൊണ്ടാണ് ഈ തുടർച്ചയായിട്ടുള്ള ചുമയിലും ഈ ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കുന്നത്. ആ ദ്രാക്ഷാരിഷ്ടം മാത്രമായിട്ട് മതിയാവില്ല. നമുക്ക് ഈ ചുമയ്ക്കും കഫക്കെട്ടിനും ആ ചുമപ്രവൃത്തി ഉണ്ടാകുന്നതിന്, കഫപ്രവൃത്തി ഉണ്ടാകുന്നതിന് തടയുന്നതിന് സഹായകമായ ഔഷധങ്ങളുടെ കൂടെ ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ഇത് മാത്രം മതിയാവുന്ന അർത്ഥമല്ല കേട്ടോ. അപ്പോൾ എന്നാൽ രക്തം കുറയുക, വളർച്ച ഉണ്ടാവുക, അത്തരം രോഗാവസ്ഥകൾ നല്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ധാരാളം ഭക്ഷണം കഴിച്ചു തുടങ്ങും. ഈ വിശപ്പില്ലാത്തവർക്കൊക്കെ ഇത് കഴിച്ചാൽ ചോറ് തരാം എന്നൊക്കെ പറഞ്ഞാൽ അവരിത് കഴിച്ചിട്ട് ചോറ് കഴിക്കുകയാണെങ്കിൽ ഇത് തരാം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങും എന്നർത്ഥം. അങ്ങനെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് നമുക്കിത് പറ്റും. പിന്നെ പിത്തം വർദ്ധിക്കുന്ന എല്ലാ രോഗാവസ്ഥയിലും രക്തപിത്തം ഒക്കെ ഉണ്ടാവില്ലേ, രക്തം തുപ്പുക, മൂക്കിലൂടെ രക്തം വരിക, ഇത്തരം അവസ്ഥയിൽ എന്താ വെച്ചാൽ ഇത് ശീതമാണ്, വിരേചന സ്വഭാവമുണ്ട്, പിത്തത്തെ ശമിപ്പിക്കും. അപ്പോൾ പിത്തം വർദ്ധിച്ചിട്ടാണ് രക്തം തുടിച്ചിട്ടാണ് രക്തം വരിക മൂക്കിൽ കൂടെ. അതുപോലെ വിരേചന സ്വഭാവമുള്ളതുകൊണ്ട് അപ്പോൾ ഈ പിത്തത്തിനെയും രക്തത്തിനെയും ശമിപ്പിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് മേൽപോട്ടല്ലേ ഊർജ്ജഗതിയായിട്ടാണ് ഈ ചോര വരുന്നത്, അതിനെ നമ്മൾ കീഴോട്ടാക്കുന്നതിന് താഴോട്ടുള്ള ഈ വിരേചന സ്വഭാവമുള്ള ദ്രവ്യമായതുകൊണ്ട് ദ്രാക്ഷാരിഷ്ടം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ഗുണം കിട്ടും. അപ്പോൾ ഈ ഹെമറ്റമെസിസ് എന്ന് പറഞ്ഞ് മൂക്കിൽ കൂടി വായിലൂടെയൊക്കെ ചുമച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് വെയിൻസ് ഒക്കെ പൊട്ടിയിട്ടൊക്കെ രക്തം വരുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ കണ്ണിലൊക്കെ ചുവപ്പ് നിറം കൂടി വരിക. അപ്പോൾ അതൊക്കെ ഈ പിത്തത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മനസ്സിലായോ? പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന ഊഷ്മാവ്, ശരീരത്തിൻ്റെ ചൂട് വർദ്ധിക്കുക വഴിയാണ് ഈ പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അത്തരം അവസ്ഥകളൊക്കെ തന്നെ ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാം. മറ്റ് അനുയോജ്യമായ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുയോജ്യമായ മറ്റ് ഔഷധങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ അർത്ഥം. അതായത് ഇപ്പോൾ നേരെ കണ്ണ് ചുവന്നാൽ നേരെ ദ്രാക്ഷാരിഷ്ടം മേടിച്ച് കുടിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. എന്നിട്ട് ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ നമുക്ക് മരുന്നുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദ്രാക്ഷാരിഷ്ടം. പിത്തം ശരീരത്തിൽ അമിതമായിട്ട് വർദ്ധിക്കുന്ന വഴിയാണ് ഈ ചുവപ്പ് നിറവും രക്തഷ്ടീവനം എന്ന് പറയുന്നത്. അതായത് രക്തം തുപ്പുക, ചുമയ്ക്കുമ്പോൾ ബ്ലഡ് കാണുക, അല്ലെങ്കിൽ മൂക്കിലൂടെ രക്തം വരിക, ഇത്തരം അവസ്ഥകളൊക്കെ ശരീരത്തിൽ പിത്തം വർദ്ധിക്കുന്നതിൻ്റെ രോഗലക്ഷണമാണ്. അപ്പോൾ പിത്തം വർദ്ധിച്ചിട്ടുള്ള അവസ്ഥയിൽ തണുപ്പ് വേണം. അത് ഊർജ്ജഗതിയായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് താഴോട്ട് പ്രവർത്തിക്കണം. അപ്പോൾ വിരേചന സ്വഭാവമുള്ള ദ്രാക്ഷാരിഷ്ടത്തിന് അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരീരത്തെ തണുപ്പിക്കുന്നതിനും, ശരീരമായിട്ട് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നവരില്ലേ, ഈവൻ നമ്മുടെ ഈ മെനപ്പോസൽ സ്റ്റേജിലൊക്കെ ശരീരം ഭയങ്കര ചൂടുള്ളവരാണെങ്കിൽ പ്രമേഹമില്ലാച്ച നിങ്ങൾക്ക് ദ്രാക്ഷാരിഷ്ടം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഔഷധങ്ങൾ നിശ്ചയിക്കാൻ സാധിക്കും. അപ്പോൾ അതിനാണ് ഈ ഡയബറ്റീസ് ഉണ്ടോ, പ്രമേഹത്തിന് വരുന്നുണ്ടോ, ഷുഗർ ഉണ്ടോ, പല രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഔഷധങ്ങൾ എഴുതാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷുഗർ ഇല്ല എന്ന് പറയും. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് പറയും ഇൻസുലിൻ 3 നേരം എടുക്കുന്നുണ്ട്, അതിപ്പോൾ ഷുഗർ കൂടി എന്ന് പറയും. എന്താ ചെയ്യുക, ഇഷ്ടം കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ അളവ്, ഇൻസുലിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അങ്ങനെ അപ്പോൾ ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടെങ്കിൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ദ്രാക്ഷാരിഷ്ടം കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? അത് നമ്മുടെ കിഡ്നിക്ക് കൂടുതൽ ലോഡ് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ അവസ്ഥ ഉള്ളവരാരും തന്നെ ഇത് കഴിക്കരുത്. ഇത്തരം മധുരം ചേർന്ന ഔഷധങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ ഇതിൽ ഈ താതിരിപ്പും ഇതൊക്കെ ഇട്ട് പുളിപ്പിച്ചല്ലേ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അസിഡിറ്റി ഉണ്ടെങ്കിൽ, നെഞ്ചരിച്ചിൽ, പുളിച്ച് തേടൽ, അത്തരം അവസ്ഥ ഉണ്ടെങ്കിലും അരിഷ്ടങ്ങൾ ഉപയോഗിക്കരുത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടി വരും. അപ്പോൾ അത്തരം അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇത്തരം സംഗതികൾ ആദ്യം റിവീൽ ചെയ്യണം. അസിഡിറ്റി ഉണ്ടോ, ഷുഗർ ഉണ്ടോ എന്ന് പറയണം. എന്നെ തന്നെയല്ല, ഏത് ആയുർവേദ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. മനസ്സിലായോ? നിങ്ങളുടെ ഒരു അവയർനെസ്സിന് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ അരിഷ്ടങ്ങൾ, ഇതിൽ പറയുന്ന ഒരു ഔഷധങ്ങളും ഓവർ ദ കൗണ്ടർ സ്വയം വാങ്ങി ഉപയോഗിക്കാനോ മേടിച്ച് മറ്റുള്ളവരെ ചികിത്സിക്കാനോ പാടില്ല. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? അത് ഇങ്ങനെയുള്ള ഔഷധങ്ങൾ ഇവിടെ ഉണ്ട്, ഇന്ന രോഗാവസ്ഥകൾ ഇതൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേ സംഗതികൾ ഇപ്പോൾ മനസ്സിലായില്ലേ, പുതിയ ഒരു അറിവെങ്കിലും കിട്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു ശ്രമമാണ്, ഒരു എളിയ ശ്രമം. അണ്ണാരക്കണ്ണനും തന്നാലായത്, എന്നെ കൊണ്ട് പറ്റിയത് ഞാൻ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. സ്വയം വാങ്ങി ഉപയോഗിക്കാനോ മറ്റുള്ളവരെ ചികിത്സിക്കാനോ വേണ്ടിയല്ല.
ഓക്കെ, അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. ഇത്തരം സംഗതികളൊക്കെ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്, അതിന് ഇന്ന ഔഷധങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ലൈക്ക് ചെയ്ത് ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത്, മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തു. ഇതൊക്കെ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലയോ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടല്ലോ, ഒരു നഷ്ടമില്ലോ, ചുമ്മാ ഷെയർ ചെയ്യലേ വേണ്ടൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ നോട്ടിഫിക്കേഷൻ വരും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കാണും, അതും കൂടെ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോകളും പോസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യം 3 മണിക്ക് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ദിവസേന വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ കിട്ടുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് പരിപൂർണ്ണ സന്തോഷം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാകുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. പല കമൻറ്റുകൾക്കും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സമയക്കുറവും തിരക്കും മൂലമാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന കോമൺ ആയിട്ട് കാണുന്ന സംഗതികൾക്ക് ഞാൻ ഇതുപോലെ വീഡിയോയിലൂടെ മറുപടി അടുത്തടുത്ത വീഡിയോകൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും എന്തെങ്കിലും വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. തൽക്കാലം നിർത്തട്ടെ, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.